السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ വിശിഷ്ടാതിഥികളെ, നേതാക്കളെ, ഉസ്താദുമാരെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലെ ഏറ്റവും പവിത്രമായ രാത്രിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു വർഷത്തെ രാവുകളിൽ ലൈലത്തുൽ ഖദറിനാണോ ലൈലത്തു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മരാത്രിക്കാണോ കൂടുതൽ മഹത്വമുള്ളത് എന്നൊരു ചർച്ചയുണ്ട്. അതിൽ നല്ലൊരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നത് 12-ാം രാവ് അഥവാ നാം ഇപ്പോൾ നിലകൊള്ളുന്ന രാവ്, ഇതിനാണ് ഏറ്റവും ശ്രേഷ്ഠതയും മഹത്വവും ഉള്ളത്. കാരണം ലൈലത്തുൽ ഖദർ നൽകപ്പെടാനും കാരണം ലൈലത്തുൽ മൗലിദാണ്. മറ്റു എല്ലാ ശ്രേഷ്ഠ രാവുകൾക്കും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മമാണ്. അതുകൊണ്ട് നാം നിലകൊള്ളുന്ന ഈ രാത്രി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാവാണ്. നമ്മുടെ ഈ സദസ്സും ആ നിലക്ക് നല്ലൊരു സുഹൃതമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പകർത്തുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും വ്യക്തി ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പഠനം അത് അള്ളാഹുവെ സംബന്ധിച്ച് അല്ല. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ആദ്യം പകർന്നു കൊടുക്കേണ്ട പഠനം അക്ഷരാഭ്യാസം അല്ല, പരിസര പ്രദേശത്തെക്കുറിച്ചുള്ള അറിവോ മാതാപിതാക്കളെക്കുറിച്ചുള്ള അറിവോ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള വിഷയങ്ങളോ ഒന്നുമല്ല. അവ്വലുമാ യജിബു അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, മാതാപിതാക്കൾക്ക് പ്രഥമവും പ്രധാനവുമായി നിർബന്ധമുള്ളത് മക്കൾക്ക് പഠിപ്പിക്കണം. അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക വമാത ബിൽ മദീനത്തി വദുഫിന ബിഹാ. നമുക്കൊരു നബിയുണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അവിടുന്ന് ഭൂജാതരായത് വിശുദ്ധ മക്കയിലാണ്, വഫാത്തായതും അന്ത്യവിശ്രമം കൊള്ളുന്നതും മദീനയിലാണ്. വിശാലമായ ഒരു ജീവിതത്തിൻ്റെ ചുരുക്കം ഇതാണ് ആദ്യമായി ഒരു കുട്ടിക്ക് ബാപ്പയും ഉമ്മയും അടങ്ങുന്ന രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിർബന്ധമായ പഠനമാണ്, സുന്നത്തല്ല. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സന്താനങ്ങളെ നൽകുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ അവരോട് ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ മറ്റുള്ളവരെ കൂടി അറിയിക്കുന്ന രൂപത്തിൽ ചേലാകർമ്മം നിർവഹിക്കും, അതൊരു നിർബന്ധ കടമയാണ്. പെൺകുട്ടികൾക്കും ചേലാകർമ്മം ഉണ്ട്, പക്ഷേ അത് സ്വകാര്യതയിലാണ്. പൊക്കിൽ കൂടി മുറിക്കും, അതൊരു നിർബന്ധ കർമ്മമാണ്. ആദ്യം പഠിപ്പിക്കേണ്ട പഠനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ്. അത് ഒരു സുന്നത്തല്ല, ഒരു നിർബന്ധ ബാധ്യതയാണ്. ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് കുട്ടിയുണ്ടായിട്ട് ഞാൻ അങ്ങനെ പകർന്നു നൽകിയിട്ടുണ്ടോന്ന്. ഇല്ലെങ്കിൽ ആ ഒരു ബാധ്യത നൽകാത്തതിൻ്റെ ഒരു കുറവ് നമ്മുടെ മക്കളിൽ എപ്പോഴും ഉണ്ടാകും. അവർ വളർന്നു വന്ന് വകതിരിവെത്തുന്നൊരു പ്രായം. ഇപ്പോഴത്തെ കാലത്തൊരു 3-4 വയസ്സാകുമ്പോഴേക്ക് പുറം ലോകങ്ങളൊക്കെ കുട്ടികൾ അറിഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു പാഠമാണ് അവർക്ക് പഠിപ്പിക്കേണ്ടത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ജീവിതത്തിൽ എല്ലായ്പ്പോഴും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി പഠിക്കുകയും പകർത്തിക്കൊടുക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് 5 വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ ഒരായത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വച്ചത്. അല്പമെങ്കിലും പഠിക്കണം എന്ന രീതിയിൽ ആ ആയത്തൊന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദീകരിക്കുകയാണ്. സമയം പരിമിതമാണ്, മുഴുവനായി പറയാനുള്ള സമയം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് നമുക്ക് പഠിപ്പിച്ച ഒരായത്താണത്. സൂറത്തു തൗബയുടെ അവസാനത്തിൽ ലഖദ് ജാഅക്കും റസൂലുൻ, നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിശ്ചയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, റസൂലുൻ, ഒരു വലിയ ദൂതൻ. റസൂൽ എന്ന് നിരുപാധികം പറയുന്നത് ഒരേ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. അത് നമ്മുടെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ പറ്റിയാണ്. റസൂലുൻ എന്ന് വിശുദ്ധ ഖുർആനിലും മറ്റുമൊക്കെ നിരുപാധികം പറയുന്നത്. ബാക്കിയുള്ളവരെ പറയുമ്പോഴൊന്നും അങ്ങനെയല്ല, മാറ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റിസാലത്ത് അള്ളാഹു നൽകിയിരിക്കുന്നത്, ഏറ്റവും വലിയ റസൂല് മുർസലുകളുടെ കൂട്ടത്തിൽ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ഏറ്റവും വലിയ റസൂലായതുകൊണ്ട് തന്നെ 1,00,000-ൽ പരം വരുന്ന മുഴുവൻ നബിമാരും ലോകത്തുള്ള ജനങ്ങളോട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതവരുടെ ബാധ്യതയാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച ശേഷമാണ് അള്ളാഹു അവർക്കൊക്കെ നുബുവത്ത് നൽകിയത്. അമ്പിയാക്കളെ മാത്രം ഒരുമിച്ച് കൂട്ടി അവരുടെ ആത്മീയ ലോകത്ത് അള്ളാഹു അവരിൽ നിന്നൊരു കരാർ വാങ്ങുകയുണ്ടായി. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ ലമാ ആതീതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂൽ. അവിടെയും പറഞ്ഞത് അങ്ങനെയാണ്. എല്ലാ നബിമാരോടും അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കിതാബും ആ കിതാബിൻ്റെ വിശദീകരണവും നൽകി. നിങ്ങളൊക്കെ നബിയായി അമ്പിയാക്കളായി ലോകത്തിൻ്റെ വിവിധ പ്രതലങ്ങളിൽ നിയോഗിച്ച് പിന്നെ കുറേ കഴിഞ്ഞ് സുമ്മ ജാഅകും റസൂൽ, അള്ളാഹുവിൻ്റെ വലിയ ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നെത്തിയാൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിങ്ങൾ ആ റസൂലിനെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അങ്ങനെ വിശ്വസിക്കും സഹായിക്കും എന്ന ഒരു കരാറ് നേരത്തെ നിങ്ങൾ എന്നോട് നടത്തണം. അള്ളാഹു ചോദിച്ചു അവരോട്, അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, ഈ കരാർ ഏറ്റെടുക്കാനും നിർവഹിക്കാനും നിങ്ങൾ സന്നദ്ധരാണോ? എല്ലാ നബിമാരും ഏകസ്വരത്തിൽ പറഞ്ഞു, അഖറർന, ഞങ്ങൾ അംഗീകരിച്ചു, സമ്മതിച്ചു. അല്ലാഹു തആല അവരോട് സാക്ഷി നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ സമ്മതത്തിന് ഏറ്റവും വലിയ സാക്ഷി ഞാനാണെന്നും പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ച് ഉറപ്പിച്ച ശേഷമാണ് അവർക്കൊക്കെ അല്ലാഹു തആല നുബുവത്തും റിസാലത്തും നൽകിയത്. മാത്രമല്ല, ആ അമ്പിയാക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി അറിയുകയും പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നബിയായി വന്ന നബിയാണല്ലോ ആദം നബി അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം കൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയാണ്. ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു, കൈഫ അറഫ്ത, എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയത്? അതിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, ഞാൻ അർശിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് നിന്റെ നാമത്തോട് ചേർത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരേ ഒരു നാമം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ ഇസ്മു എഴുതിയതിൻ്റെ തൊട്ടിപ്പുറത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ് എഴുതിയിരിക്കുന്നത്. നിന്റെ നാമത്തോട് ചേർത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു നാമം ഏറ്റവും ബഹുമാനമുള്ള നാമമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നിന്റെ സൃഷ്ടികളിൽ വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടിയാണെന്ന് ഞാൻ ഉൾക്കൊള്ളുകയും അങ്ങനെ അത് മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യം സ്വീകരിക്കുകയും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വിശാലാർത്ഥത്തിൽ തന്നെ മാപ്പ് നൽകുകയും ചെയ്തു. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ ദർശിക്കുകയും അത് മുഖേന അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് തൗബ നൽകുകയും ചെയ്തു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയത് അവിടെ മാത്രമല്ല, ജീവിതത്തിന് പങ്കാളിയായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കുന്നിടത്തും വിവാഹമൂല്യമായി എന്തെങ്കിലും ഹവ്വാ ബീവിക്ക് നൽകണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നൽകേണ്ടത്? എൻ്റെ ഹബീബിന് 10 സ്വലാത്ത് ചൊല്ലണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം 10 സ്വലാത്ത് ചൊല്ലിയിട്ടാണ്
ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ ഇണയായി സ്വീകരിക്കുന്നത്. ഭൂമിയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം 1000 വർഷവും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ 1001 വർഷവും ജീവിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ആ കാലയളവിൽ അവർ നന്നായി പരിചയപ്പെടുത്തുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അങ്ങോട്ടുള്ള നബിമാർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന നബിമാരെ കൂട്ടത്തിൽ ഒരു വലിയ നബിയാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കഅബയുടെ പുനരുദ്ധാരണം. കഅബ ആദ്യമായി പടുത്തുയർത്തിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല. ആദ്യമായി കഅബക്ക് ശിലപാകിയത് മലക്കുകളാണ്. മലക്കുകൾക്ക് ശേഷം അതിനെ ഒരു പുനരുദ്ധാരണം നടത്തിയത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പിന്നീട് കുറേ ആളുകൾ പുനരുദ്ധാരണം നടത്തിയത് ഏകദേശം ഒരു 10-12 ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുനരുദ്ധാരണം നടത്തി എല്ലാ പണികളും തീർന്നപ്പോൾ ഒരു വിശാലമായ പ്രാർത്ഥന നടത്തിയത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ മഹാനവറുകൾ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥന റബ്ബനാ വബ്അസ് ഫീഹിം റസൂലം മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ മക്ക നിവാസികളിൽ അറബികളിൽ ഒരു റസൂലിനെ നീ നിയോഗിക്കണം. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ, റസൂലം മിൻ അൻഫുസിഹിം, അവരുടെ കബീലയിലും അവരുടെ സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ച് ആ സ്വഭാവങ്ങളൊക്കെ സംസ്കരിക്കുന്ന ഒരു റസൂലിനെ നീ അയക്കണം. ആ റസൂലിൻ്റെ പ്രധാനപ്പെട്ട വഴി യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം, ആയത്തുകൾ ഓതിക്കൊടുത്ത് ജനങ്ങളെ സംസ്കരിക്കുന്ന ഒരു റസൂൽ. വിശുദ്ധ ദീനിൻ്റെ ആയത്തുകൾ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളുടെ വൈകല്യങ്ങളൊക്കെ മാറ്റി അവരെ സംസ്കാര സമ്പന്നരാക്കുന്ന ഒരു റസൂലിനെ നീ അയക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. പിൽക്കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അന ദഅവത്തു അബീ ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ പുലർച്ചയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൊട്ടു മുമ്പ് വന്ന റസൂലാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ ജീവിച്ചത് 30 വർഷമാണ്. 33 വയസ്സ് ഭൂമിയിൽ ജീവിച്ചു. 33-ാമത്തെ വയസ്സിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഉയർത്തി. ഇനി ഒരു 7 വയസ്സ് കൂടി ബാക്കിയുണ്ട്. അത് രണ്ടാമതൊന്ന് വന്ന് ഈസാ നബി അലൈഹിസ്സലാം പൂർത്തീകരിക്കും. മൊത്തം 40 വയസ്സാണ് ഈസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരിക്കുന്നത്. ആ ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് പ്രബോധനം നടത്തുമ്പോൾ അവരോടെല്ലാവരോടും ഒരു സന്തോഷം അറിയിച്ചിരുന്നു. എൻ്റെ ശേഷം ഒരു റസൂല് വരും, ആ റസൂലിനെ നിങ്ങൾ സ്വീകരിക്കണം, വിശ്വസിക്കണം. ആ റസൂലിൻ്റെ ഗുണവിശേഷണങ്ങളൊക്കെ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. വബിശാറത്തു ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സുവിശേഷമാണ് ഞാൻ. ജനങ്ങൾക്ക് സുവിശേഷം അറിയിച്ചു, സന്തോഷവാർത്ത അറിയിച്ചു. അവസാനം വരുന്ന നബിയെക്കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ റസൂലുൻ എന്ന ഒറ്റ വാക്കിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചെടുക്കാൻ കഴിയും. ഏറ്റവും വലിയ ദൂതൻ, എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന റസൂൽ. റസൂൽ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തതില്ല. ആ ഒരൊറ്റ വിശേഷണം മനസ്സിലാകാത്ത ഒരു സൃഷ്ടിയും ഇല്ല. റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ. നിങ്ങളുടെ അതേ വർഗമാണ് മനുഷ്യവർഗം. മലക്കിൻ്റെ സ്വഭാവമല്ല മനുഷ്യൻ്റെ സ്വഭാവം.
മനുഷ്യൻ്റെ ബോഡി, മനുഷ്യൻ്റെ സംസ്കാരം, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ റസൂലും മിൻ അംഫുസിക്കും. മക്കക്കാരിൽ പലരും ചോദിച്ചിരുന്നു, ഒരു റസൂലാണെങ്കിൽ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? മാലിഹാദർ റസൂൽ യകുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്. എന്താ റസൂൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, ജനങ്ങൾക്കിടയിൽ ഒരാളായി പ്രവർത്തിക്കുന്നു? ജനങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ജനങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തന്നെയാണ് അള്ളാഹു അയച്ചത്. അവരാവശ്യപ്പെട്ടിരുന്നത് എന്തേ അള്ളാഹു മലക്കിനെ അയക്കാത്തത് എന്നാണ്. അള്ളാഹു തആല അതിന് ഉത്തരം പറഞ്ഞു, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. നമ്മളൊരു മലക്കിനെ നബിയാക്കി അയച്ചിരുന്നുവെങ്കിൽ ആ മലക്കും ഒരു മലക്കിനെ റസൂലാക്കി അയക്കുകയാണെങ്കിൽ ആ മലക്കും ആണാകണം. കാരണം പുരുഷന്മാരെ അല്ലാതെ നബിയും റസൂലുമാക്കി അയച്ചിട്ടില്ല. അപ്പം പിന്നെ ആണായി വരുന്ന മലക്കും മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെടുന്ന റസൂലിനെയും തിരിച്ചറിയാതെ വിഷമിക്കും. ഏതാണിത് എന്ന് അവർക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് വരും. അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനമാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. പുരുഷന്മാരെ അല്ലാതെ നമ്മൾ റസൂലാക്കി നബിയാക്കി അയച്ചിട്ടില്ല. അതും മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവരല്ലാതെ അയച്ചിട്ടില്ല. കാരണം മനുഷ്യരോടാണ് പ്രധാനമായും പ്രബോധന പ്രവർത്തനം നടത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരിലേക്ക് മാത്രമുള്ള റസൂലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഉള്ള റസൂലാണ്. അറബികളിലേക്കും അനറബികളിലേക്കുമുള്ള റസൂലാണ്. ഇപ്പം മനസ്സിലായില്ല, റസൂലുൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൂതൻ. ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചെറിയ റിസാലത്തുകളാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റിസാലത്ത് 12 ഗോത്രത്തിലേക്കാണ്. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ റിസാലത്ത് ആദ് ഗോത്രത്തിലേക്കാണ്. ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ റിസാലത്ത് മദിയൻ ഗോത്രത്തിലേക്കാണ്. ഓരോരുത്തരും ഓരോ വിഭാഗത്തിലേക്കാണ്, ഓരോ നാട്ടിലേക്കുമാണ്. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് കാഫത്തൽ ലിന്നാസ്, മനുഷ്യരിലേക്ക് മൊത്തമാണ്. ഒരു നാട് എന്നോ ഒരു സ്ഥലം എന്നോ പ്രത്യേക കാലാവധി എന്നോ അതിന് ലിമിറ്റില്ല. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. 2 വിഭാഗത്തിനും, മനുഷ്യർക്കും ജിന്നുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ്. മനുഷ്യരോട് മാത്രമൊന്നുമല്ല പ്രബോധനം നടത്തിയത്, ജിന്നുകളോടും നടത്തിയിട്ടുണ്ട്. ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന സ്വഹാബിമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഞാനും വരാം. ജിന്നുകളെ കാണാനല്ല, കൂടെ വരാം. കാടിൻ്റെ ഉള്ളിലേക്ക്, മലങ്കാടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, ഞാൻ കുറേ ഉള്ളിലേക്കാണ് പോകുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഒരു വൃത്തം വരച്ചുകൊണ്ട് പറഞ്ഞു, ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിൽക്കണം. ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകരുത്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഏതെങ്കിലും രൂപഭാവങ്ങൾ നിങ്ങൾ കണ്ടാൽ പേടിക്കരുത്. ഈ വൃത്തത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. കാരണം മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള വ്യത്യാസത്തിൽപ്പെട്ട ഒരു വ്യത്യാസമാണ്. ജിന്ന് ഏത് രൂപത്തിലും വരും, ഏത് രൂപത്തിലും ജിന്നിന് രൂപാന്തരപ്പെടാം. മലക്കുകൾ രൂപാന്തരപ്പെടും, നായയും പന്നിയും അല്ലാത്ത രൂപങ്ങളിലൊക്കെ. നായ പന്നി രൂപത്തിൽ മലക്ക് വരില്ല, അല്ലാത്ത രൂപഭാവങ്ങളിൽ മലക്കുകളും വരും. പക്ഷെ ജിന്ന് അങ്ങനല്ല, നായ രൂപത്തിലും വരും, പന്നി രൂപത്തിലും വരും. അപ്പോൾ വ്യത്യസ്ത രൂപങ്ങൾ കാണും. ചിലപ്പോൾ പാമ്പായിരിക്കും വരിക, ചിലപ്പോൾ സിംഹമായിട്ട് വരും. ജിന്നുകളിൽപ്പെട്ട കുറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
മദീനയിൽ വന്ന് കുറേ ജിന്നുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അവരിൽ കുറേ എണ്ണം പാമ്പായിട്ടാണ് വന്നത്. അതുകൊണ്ട് വീടുകളിലോ മറ്റോ പാമ്പുകളെ കണ്ടാൽ പെട്ടെന്ന് കൊന്നേക്കരുത്, വധിച്ചേക്കരുത്, പോകാൻ പറയണം. 2-3 തവണ പോകാൻ പറഞ്ഞിട്ടും പോകുന്നില്ലെങ്കിൽ കൊന്നേക്കണം. ഒരു സ്വഹാബി ഈ നിർദ്ദേശം കേൾക്കുന്നതിൻ്റെ മുമ്പ്, അറിയുന്നതിൻ്റെ മുമ്പ് വീട്ടിലെത്തി. പാമ്പിനെ കണ്ടപാടന്നെ പാമ്പിനെ അടിക്കാൻ വേണ്ടി തുനിഞ്ഞു. അതിലും മൂക്കിൽ പാമ്പ് ഇങ്ങോട്ട് കൊത്തി. ആ സ്വഹാബി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ വധിച്ചത് ഒരു സാക്ഷാൽ പാമ്പല്ല, ഒരു ജിന്നാണ്. ഇവിടെ കാണുന്ന പാമ്പൊക്കെ ജിന്നുകളാണ് നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. പാമ്പുകളായിട്ടും ജിന്നുകൾ രൂപപ്പെട്ടു വരും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനാന്തരത്തിലേക്ക് പോയി. ഉള്ളിലെത്തിയിട്ട് അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തു. ഖുർആൻ ഓതിക്കൊടുക്കുന്നത് ഇപ്പുറത്തുനിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം ആരും കേട്ടാൽ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദമാണ്. കേട്ടാൽ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം. ആർക്കും ആഗ്രഹം തോന്നും, ഒന്നുകൂടി കേൾക്കണം. വിധമായ ശബ്ദമാണ്, നല്ല ഭംഗിയുള്ള ശബ്ദമാണ്, ആസ്വദിക്കാൻ ഏറ്റവും ആസ്വാദനമുള്ള ശബ്ദമാണ്. ഒരിക്കൽ അവിടുത്തെ ഖിറാഅത്ത് കേട്ടാൽ വീണ്ടും വീണ്ടും അത് കേൾക്കാൻ ആഗ്രഹിക്കും. ആ ശബ്ദം കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വല്ലാത്ത മധുരമുള്ള ശബ്ദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. മഹാനവറുകൾ കുറച്ചു നേരം നിന്നപ്പോൾ, അല്ലെങ്കിൽ തന്നെ ശരീരം മെലിഞ്ഞ സ്വഹാബിയാണ്, മഹാനവറുകൾ പറയുന്നു, ഞാൻ കുറച്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാത്തു നിന്നു. അപ്പോൾ മുന്നിലേക്ക് ആദ്യമായി വന്നത് സിംഹമാണ്. സിംഹം വന്നപ്പോൾ ഞാൻ ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. ശരിക്കും എൻ്റെ കൈയും ശരീരമൊക്കെ ഒതുക്കി പിടിച്ചു നിന്നു. സിംഹം ഒരു ഭാഗത്തുകൂടെ പോയി. പിന്നെ നേരെ പിന്നിൽ വരുന്നത് ആനയാണ്. ആനയും പോയി. വ്യത്യസ്ത രൂപത്തിലുള്ള ജീവജാലങ്ങൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ വ്യത്യസ്ത രൂപങ്ങൾ കണ്ട് പേടിച്ചു അല്ലേ? എന്തെങ്കിലും അവർ നിങ്ങളെ ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഈ വൃത്തത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് നിങ്ങൾക്കൊരു കാവൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ അവർ നിങ്ങളെ ശരിയാക്കിയിട്ടുണ്ടാകും. അതിനാണ് വൃത്തം വരച്ചതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറഞ്ഞത്. അവിടുന്ന് ഖുർആൻ കേട്ടിട്ടാണ് ജിന്നുകൾ അവരുടെ അനുയായികളോട് പോയി പറഞ്ഞത്, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുഷ്ദി ഫആമന്നാ ബിഹി. അത്ഭുതമുള്ളൊരു ഖുർആൻ നമ്മൾ കേട്ടു. സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഖുർആനാണ്. നമ്മളത് വിശ്വസിച്ചു, സ്വീകരിച്ചു. ഇനി ശിർക്ക് ചെയ്യാനോ മറ്റോ നമ്മൾ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ ജിന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അൻസിതു, ഖുർആനാണ് ഓതിത്തരുന്നത്, സാഗൂതം ശ്രവിക്കണം. വഇദ് സ്വറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹളറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. ആ ജിന്നുകൾ അവരുടെ ഓരോ വ്യത്യസ്ത ഗോത്രങ്ങളിലേക്ക് പോയി. ആ ഗോത്രക്കാരെ മുഴുവനും ദീനിലേക്ക് ക്ഷണിച്ചു. പലരും പിന്നീട് ഘട്ടം ഘട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച ചരിത്രങ്ങളുണ്ട്. നസീബീൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു കൂട്ടം ജിന്നുകൾ വന്ന കഥയുണ്ട്. ഞാനത് വിശദമാക്കുകയല്ല. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ജിന്നുകൾ വന്നിട്ടുണ്ട്. ഖുർആൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്? റസൂലുൻ, ഒരു വലിയ റസൂലാണ്. ഒരു പ്രദേശത്തേക്ക് ഒതുങ്ങിയ റസൂലല്ല, ഒരു ഗോത്രത്തിലേക്ക് മാത്രം പരിമിതമായ റസൂലല്ല, ഒരു വിഭാഗത്തിലേക്ക് മാത്രം പരിമിതമായ റസൂലല്ല, എല്ലാവരിലേക്കും ഉള്ള റസൂൽ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു റസൂൽ.
നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റസൂലിനെ കൊണ്ടുവന്നത് ആ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാനാണ്. ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും അരോചകമായ കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വിഷയം ബുഗിലത്തി ഇലയ്യ ഇബാദത്തുൽ ഔസാൻ. കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി വിഗ്രഹാരാധനയായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സെത്തിയതിനു ശേഷം റസൂലായതല്ല, 40 വയസ്സെത്തിയതിനു ശേഷം ഖുർആനൊക്കെ ഇങ്ങനെ അവതരിച്ച് കിട്ടിയിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചതല്ല. അങ്ങനെ പറയുന്നത് ചരിത്രത്തിന് ഘടകവിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കുട്ടിക്കാലം മുതൽക്ക് തന്നെ പഠിക്കാനുണ്ട്. അബൂ ത്വാലിബ് 8ാമത്തെ വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത അവിടുത്തെ മൂത്താപ്പയാണ്. അബൂ ത്വാലിബ് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ വിശുദ്ധിയുള്ള ഒരു കുട്ടിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അബ്ബാസ് എന്നവരെ വിളിച്ചിട്ട് പറയുന്നു, സഹോദര, ചൂടല്ലേ, പച്ച മതി, പച്ചവെള്ളം. അബ്ബാസ് എന്നവരോട് പറയുന്നു, സഹോദര, നിന്റെ സഹോദരപുത്രനിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടു. ആദ്യത്തെ അത്ഭുതം എന്താ പറയുന്നത്? ആദ്യമായി കണ്ട അത്ഭുതം, ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഞാൻ ചൊല്ലുന്നൊരു വാക്ക് കേട്ടു, ബിസ്മില്ലാഹിൽ വാഹിദ്. ഇത് പറയുമ്പോൾ അത്ഭുതം തോന്നില്ല? അത്ഭുതം തോന്നണം. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നത് എത്രാമത്തെ വയസ്സിലാ? 40ാമത്തെ വയസ്സിൽ. ഇത് കുട്ടിക്കാലത്താണ്. ആരാ പഠിപ്പിച്ചത്? ആരാണ് ഈ ജീവിതത്തിൻ്റെ വിശുദ്ധി പകർന്നു നൽകിയത്? യജമാനനായ റബ്ബ്. അബൂ ത്വാലിബ് പറയാണ്, ഞാനൊരു കുട്ടിയിൽ നിന്നും ഈ വചനം ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യം പഠിച്ചൊരു പാടാണ്. അബൂ ത്വാലിബ് പറഞ്ഞു, പിന്നെ ഞാനും ചൊല്ലാൻ തുടങ്ങി ബിസ്മില്ലാഹിൽ വാഹിദ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയും അൽഹംദുലില്ലാഹിൽ വാഹിദ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കണ്ടേ? സ്വമേധയാ ചൊല്ലോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നത് കേട്ടവർ പഠിക്കണ്ടേ? പഠിക്കണം. ആര് ചൊല്ലുന്നത് കേട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്? ഉപ്പ ചൊല്ലുന്നത് കേട്ടെന്ന് പറയാൻ അപ്പോൾ ഉപ്പല്ലല്ലോ. ഉപ്പാപ്പ ചൊല്ലുന്നത് കേട്ടെന്ന് പറയാൻ ഉപ്പാപ്പയും ഇല്ല. 8ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ഇവിടെ വാങ്ങിയില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് തന്നെ സ്വീകരിച്ചൊരു വിശുദ്ധിയാണ്. അബൂ ത്വാലിബ് പറയുന്നു, അത്ഭുതമാണ്. അതിനേക്കാൾ വലിയ അത്ഭുതം കേൾക്കണോ അബ്ബാസെ? എപ്പോൾ വസ്ത്രം അഴിച്ചു മാറ്റുകയാണെങ്കിലും ഞാനൊന്ന് ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്നോട് പറയും, എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ നോക്കരുത് എന്ന്. വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ചെറിയ കുട്ടിയാണ്. ഇത് സ്വന്തം ഉപ്പയുടെ ജ്യേഷ്ഠനാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു മൂത്താപ്പമാരിൽ നിന്ന് വേറിട്ട ബന്ധമുണ്ട്. അബ്ദുല്ലാഹി എന്നവരുടെയും അബൂ ത്വാലിബിൻ്റെയും ഉമ്മയും ബാപ്പയും ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ബാപ്പയും ഉമ്മയൊത്ത സഹോദരങ്ങളാണ് അവർ. ഇവർ രണ്ടുപേരും, അബ്ദുല്ലാഹിയും അബൂ ത്വാലിബും. വേറുള്ളവരൊക്കെ ഉണ്ടല്ലോ, അബ്ബാസ് എന്നവർ, ഹംസത്ത് എന്നവർ, അവരൊക്കെ ബാപ്പൊത്ത സഹോദരങ്ങളാണ്, ഉമ്മ വേറെയാണ്. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക ബന്ധം കൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ ഏൽപ്പിക്കാൻ കാരണം. വേറെല്ലാം കുറേ ആൾക്കാരില്ലേ, അവരൊന്നും ഏൽപ്പിക്കാതെ അബൂ ത്വാലിബിനാണല്ലോ ഏൽപ്പിച്ചത്. കുട്ടിയെ നോക്കണം വസിയത്തൊക്കെ പറഞ്ഞ്. അതൊരു പ്രത്യേക ബന്ധത്തിൻ്റെ പേരിലാണ്. അബൂ ത്വാലിബ് പറയാണ്, സ്നേഹബന്ധം കൊണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ശീലമാക്കിയൊരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങാടിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ, ഒരു പാത്രത്തിലാക്കി ഞാൻ മുന്നിൽ വെച്ചാൽ കുട്ടികളൊക്കെ ഓടി വരും. ആരാ കുട്ടികൾ? ജാഫർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു, അഖീൽ എന്നവർ, ഇതൊക്കെ അബൂ ത്വാലിബിൻ്റെ മക്കളാണ്. വേറെ മക്കളുണ്ട്. അവരൊക്കെ ഓടി വന്ന് ഈ പാത്രത്തിൽ നിന്ന് പിടിച്ച് വലിച്ച് ഭക്ഷണം എടുക്കും, അൽ അമീൻ ഒഴികെ. ഭക്ഷണത്തിന് തിക്കും തിരക്കും കൂട്ടാൻ കുട്ടിക്കാലത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരാറില്ല. 2-3 തവണ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ അബൂ ത്വാലിബ് പറയാണ്, പിന്നെ ഞാൻ ആ മാർഗം നിർത്തി.
ഞാൻ അന്വേഷിച്ചു അൽ അമീനോട്, എന്താ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത്? നല്ല വിഭവം ഞാൻ കൊണ്ടുവന്നു വെച്ചിട്ട് എൻ്റെ മക്കളൊക്കെ തിക്കും തിരക്കും കൂട്ടിയെടുക്കുമ്പോൾ നിങ്ങളെന്താ വരാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന, കുട്ടിക്കാലത്ത് തിക്കും തിരക്കും കൂട്ടി വാങ്ങേണ്ട ഒന്നല്ല ഭക്ഷണം എന്ന്. കുട്ടിക്കാലത്താണിത്. നമ്മുടെ മക്കൾക്കിടയിൽ നമ്മളൊന്ന് കൊണ്ടുപോയി കയ്യിൽ വെച്ചു കൊടുത്താൽ എല്ലാവരും ഒന്ന് വാരൂലേ? തിക്കും തിരക്കും കൂട്ടി വാങ്ങേണ്ട ഒന്നല്ല, മത്സരിച്ചെടുക്കേണ്ട ഒന്നല്ല ഭക്ഷണം. അന്നത്തോടുകൂടെ ആ പരിപാടി ഞാൻ നിർത്തി. എൻ്റെ കുട്ടികൾ വന്നിട്ട് എന്നോട് പരാതി പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം മതിയാകാതെ വരുന്നു. അബൂ ത്വാലിബ് പറയുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും കൂടെ അൽ അമീനെ കൂട്ടണം. അബൂ ത്വാലിബ് മക്കളോട് പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും അൽ അമീനെ കൂടെ കൂട്ടണം, എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം തികയും. കുട്ടിക്കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച വേറിട്ട വിശുദ്ധി. എന്നിട്ട് പറയുന്നു, അബ്ബാസേ, എൻ്റെ സ്നേഹവാത്സല്യം കൊണ്ട് എപ്പോഴും ഞാൻ പറയും, മോനെ ഒന്ന് എൻ്റെ കൂടെ കിടക്കണം. അങ്ങനെയാണല്ലോ, മൂത്താപ്പന്മാരും വല്യപ്പന്മാരൊക്കെ ചെറിയ മക്കളെ കൂടെ കിടത്തൊരു സ്വാഭാവികമുണ്ടല്ലോ. എൻ്റെ കൂടെ കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നോട്, അൽ അമീൻ്റെ മറുപടി എന്താണെന്നറിയോ? എനിക്കതിന് സാധിക്കുകയില്ല. വേറെ തന്നെയാണ് കിടത്തം. കാരണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ സമൂഹത്തോട് പഠിപ്പിക്കാനുള്ളൊരു അധ്യായമുണ്ട്. എന്താണ് ആ അധ്യായം? മക്കൾക്ക് തമ്മീസിൻ്റെയും മറ്റുമൊക്കെ വയസ്സെത്തിക്കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് അവരോട് നിർദ്ദേശിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ വഫർരിഖൂ ബൈനഹും ഫിൽ മലാജി, കിടപ്പറയിൽ 8-ാം വയസ്സാണെങ്കിലും 9-ാം വയസ്സാണെങ്കിലും ഉപ്പാൻ്റെ കൂടെ മകനെ കിടത്തരുത്. ആ മകനൊരു പക്വത പഠിപ്പിക്കേണ്ടതുണ്ട്. മകളെ ഉമ്മാൻ്റെ കൂടെ കിടത്തരുത്. വെറുപ്പിന് വേണ്ടിയല്ല, അവർക്കൊരു പക്വത വേറെ നൽകി പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് ഭാവിയിൽ സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുമ്പോൾ ആ സമൂഹം ശ്രദ്ധിക്കുകയും ആരായുകയും ചെയ്യും, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു. കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അബൂ ത്വാലിബ് പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പറയും, എന്നെ കൊണ്ട് അതിന് സാധിക്കൂല. നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം എൻ്റെ കൂടെ കിടന്നു. അബൂ ത്വാലിബ് പറയാൻ, എൻ്റെ കൂടെ കിടന്നു ഒരേ കട്ടിലിൽ. എൻ്റെ കൂടെ കിടന്ന കുട്ടിയെ ഞാനൊന്ന് അണച്ചുകൂട്ടാൻ വേണ്ടി കൈയൊന്ന് വെച്ചു നോക്കുമ്പോൾ ബൈനീ വ ബൈനഹു ഹിജാബ്, എനിക്കും ആ കുട്ടിക്കും ഇടയിൽ ഒരു മറയുണ്ട്. തൊട്ടിട്ടെത്തുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഈ കുട്ടിയിലേക്ക് എൻ്റെ കൈയെത്തുന്നില്ല, ഇടയിലൊരു മറ വന്നിരിക്കും. ഒരേ കട്ടിലാണ് കിടന്നത്. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം കിടന്നതാണ്. പക്ഷേ എനിക്ക് തൊട്ട് അണച്ചു കൂട്ടിപ്പിടിച്ച് കിടക്കാൻ കഴിയുന്നില്ല. എനിക്കും കുട്ടിക്കും ഇടയിലൊരു മറ. ഞാൻ ഒന്ന് കണ്ണ് ചിമ്മിയപ്പോൾ പിന്നെ ആ നോക്കുന്ന സമയത്ത് കട്ടിലിൽ കുട്ടിയെ കാണുന്നില്ല. ഞാൻ ചോദിച്ചു, മോനെ എവിടെ? അപ്പോൾ പറഞ്ഞു, ഞാൻ സാധാരണ കിടക്കുന്നിടത്തുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ സാധാരണ കിടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. അബൂ ത്വാലിബ് പറഞ്ഞു, വല്ലാത്തൊരു വിശുദ്ധിയാണ്. ജീവിതത്തിൽ എപ്പോഴും അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾക്ക് മക്കയിൽ ആഘോഷം നടക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആ കുട്ടിയെ കൂട്ടാറുണ്ട്. ഏറ്റവും വലിയ ആഘോഷങ്ങൾ വിഗ്രഹങ്ങളുടെ പേരിലുള്ള ആഘോഷങ്ങളാണെന്ന്. പക്ഷേ ആ ആഘോഷങ്ങൾക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതം പറഞ്ഞിരുന്നു. എനിക്കതിന് സാധിക്കുകയില്ല, എനിക്കത് വെറുപ്പാണ്, ഞാൻ അവിടെ വരാൻ പറ്റില്ല, എനിക്കതിനോട് താല്പര്യമില്ല, ഇഷ്ടമില്ല. നിങ്ങളുടെ ഓരോ ആരാധനകളും മറ്റുമൊക്കെ പലതും ഉണ്ടതൊന്നും ശരിയല്ല എന്ന സന്ദേശം കുട്ടിക്കാലത്ത് തന്നെ നൽകുകയാണ്. മറ്റു സമയങ്ങളിലൊക്കെ അതിനോട് സമവായം പുലർത്തിയിട്ട് 40 വയസ്സാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയ റസൂലല്ലാത് അവർക്കിടയിൽ ജീവിച്ചിട്ട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ സത്യം ഏതാണ്, ധർമ്മം ഏതാണ്, ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ആരെയാണ് എന്ന സന്ദേശം ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മക്കയിൽ വലിയൊരു ആഘോഷം നടക്കുന്നു. ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ആഘോഷമാണ്. ആ ആഘോഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണം എന്ന് അബൂ ത്വാലിബ് വാശി പിടിച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 12 വയസ്സാണ്. 12 വയസ്സാണ്.
അബൂ ത്വാലിബ് സംരക്ഷണം നൽകാൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. 12ാമത്തെ വയസ്സിൽ വലിയൊരാഘോഷത്തിന് എന്നെ ക്ഷണിച്ചു. അബൂ ത്വാലിബിൻ്റെ സഹോദരിമാർ, അഥവാ സ്വന്തം ഉപ്പയുടെ സഹോദരിമാർ പലരും നിർബന്ധം പറഞ്ഞു, നിങ്ങൾ വന്നേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വരാം. വല്ല തടസ്സങ്ങളും എനിക്ക് നേരിട്ടാൽ ഞാൻ തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ ആഘോഷത്തിന് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി. ആഘോഷം നടക്കുന്ന വലിയ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, തിരിച്ചു പോകണം. നിങ്ങൾക്ക് പറ്റിയ ഇടം അല്ല ഇത്, നിങ്ങൾക്ക് പറ്റിയ ആഘോഷവും അല്ല. വന്നതിനേക്കാളും വേഗതയിൽ വാഹനത്തിൽ തിരിച്ചു കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് വീട്ടിലേക്ക് പോയി. പിന്നാലെ അബൂ ത്വാലിബ് വന്നിട്ട് പറഞ്ഞു, അത്രയും അടുത്ത് വന്നിട്ട് ഒന്ന് കയറി നോക്കിയിട്ടൊന്ന് ഇരുന്നു പോകാതെ പെട്ടെന്നും തിരിച്ചു പോയല്ലോ. ഒരല്പനേരം ഇരുന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരാശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ ആഘോഷങ്ങളിൽ മുഴുവനും പങ്കെടുക്കാനും ഭക്ഷണം കഴിക്കാനും എനിക്ക് പറ്റുകയില്ല. എനിക്ക് പറ്റിയത് ഏതാണ് എന്ന തിരിച്ചറിവ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിറങ്ങിയപ്പോൾ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും തിരിച്ചു പോകാൻ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ അങ്ങനെ തിരിച്ചു പോന്നു. കുട്ടിക്കാലത്തെ സ്വഭാവങ്ങളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ ദൂതനാണ്, റസൂലാണ് എന്ന് അന്നത്തെ പണ്ഡിതന്മാരും ബുദ്ധിയുള്ളവരും വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അബൂ ത്വാലിബ് തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മക്കയിൽ വരൾച്ചയുണ്ടായ സമയത്ത് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് കുന്നിൻ മുകളിൽ കയറി സ്വഫാ പർവ്വതത്തിൻ്റെ മുകളിൽ അബൂ ത്വാലിബ് കൊണ്ടുപോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. തങ്ങളെ മുൻനിർത്തിയിട്ടാണ് വെള്ളം ചോദിക്കുന്നത്, മഴ ചോദിക്കുന്നത്. എന്നിട്ട് അബൂ ത്വാലിബ് തന്നെ പറയുന്നൊരു വചനമുണ്ട്, വഅബ്യളു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. വഅബ്യളു, അവിടുന്ന് കാണാൻ നല്ല ഭംഗിയുള്ള മുഖമനീയമായ മുഖമാണ്, ശരീരമാണ്. യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി, അവിടുത്തെ മുഖമൊന്ന് കാണിച്ചു കൊടുത്താൽ മേഘം നല്ല മഴ വർഷിപ്പിച്ചു തരും. ഇത് അബൂ ത്വാലിബിൻ്റെ വാക്കാണ്, അബൂ ത്വാലിബിൻ്റെ അനുഭവമാണ്. വരൾച്ചയുണ്ടാകുന്ന സമയത്ത് വെള്ളം കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹുവിനോട് മഴ ചോദിക്കുന്നു. നല്ല മഴ ലഭിക്കുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ ജീവിക്കുന്നു. 15ാമത്തെ വയസ്സിലുള്ള യാത്രയിൽ അബൂ ത്വാലിബ് പറയുന്നു, ഈ കുട്ടിയിൽ നിന്ന് നമ്മൾ കണ്ട അത്ഭുതങ്ങൾ ചെറുതൊന്നുമല്ല. യാത്രക്കിടയിൽ വെള്ളത്തിന് ദാഹിച്ച് വലഞ്ഞ് ബുദ്ധിമുട്ടായപ്പോൾ, യാത്രക്കാർക്ക് വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചു തരുന്ന സ്ഥലത്ത് നിങ്ങൾ കുടിക്കണം, അവിടെ വെള്ളം കാണും. വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് കുഴിച്ചപ്പോൾ വെള്ളം കണ്ടു. മറ്റൊരു സന്ദർഭത്തിൽ യാത്രക്കിടയിൽ സിംഹം തടസ്സമായി വന്നപ്പോൾ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെ യാത്രയിലുണ്ട്. ചെറിയ പ്രായമാണ്. സിംഹം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകളുടെ യാത്ര തടഞ്ഞ് നടുവിൽ വിലങ്ങുതടിയായി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ട് പറയുന്നു, സിംഹത്തിനോടൊന്ന് മാറി നിൽക്കാൻ. സിംഹം അങ്ങോട്ട് മാറി നിൽക്കുന്നു. യാത്രക്കാർ സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്രാരംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം അബൂ ത്വാലിബ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അബൂ ത്വാലിബിൻ്റെ കൂടെ പോയ 2 യാത്രയിലും പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് വിശേഷണങ്ങൾ ചോദിച്ചിട്ട് അന്നത്തെ പരിസരത്തുള്ള പുരോഹിതന്മാർ, അവരെ കൂട്ടത്തിൽ ജൂത പണ്ഡിതന്മാരുണ്ട്, ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം നോക്കിയിട്ട്
പലരും ചോദിച്ചു അബൂ ത്വാലിബിനോട്, ഇത് നിങ്ങളുടെ മകനല്ലല്ലോ. അബൂ ത്വാലിബ് സുരക്ഷിതത്വത്തിന് വേണ്ടി പറയും, ഇതാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ മോനാണ്. അത് പിന്നെ സംരക്ഷണം കൊടുക്കുന്നതുകൊണ്ടും അടുപ്പുള്ളതുകൊണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. മൂത്താപ്പാരും വല്യപ്പാരൊക്കെ അങ്ങനെ പറയലുണ്ടല്ലോ, എൻ്റെ മോനാണ്. പക്ഷെ പണ്ഡിതന്മാർ പറയും നിങ്ങളുടെ മകനല്ല. ഈ കുട്ടിയുടെ ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടാകൂല. അബൂ ത്വാലിബ് ചോദിച്ചു, ഇത്രയും തീർത്ത് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? ഒരു പുരോഹിതൻ പറഞ്ഞത്, ഇതിലൂടെ പഴയ കാലത്തൊക്കെ സഞ്ചരിച്ചിരുന്ന ആളുകളിൽ എൻ്റെ വീട്ടിൻ്റെ നേരെ മുൻവശത്തുള്ള ഈ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന, പഴയ കാലത്തൊക്കെ വിശ്രമിച്ചത് അമ്പിയാക്കളാണ്. ഇനി വിശ്രമിക്കാൻ വേണ്ടി വരുന്ന ആളും നബിയായിരിക്കും. നിങ്ങളെ യാത്രാ സംഘങ്ങളിൽ എത്ര പേരുണ്ട്? വിശ്രമിക്കാൻ വേണ്ടി വാഹനത്തിൽ നിന്നിറങ്ങിയത് ഈ കുട്ടി മാത്രമാണ്. വേറുള്ളവരൊക്കെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. ഞാൻ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ ആരും ആ മരത്തിൻ്റെ ചുവട്ടിലിറങ്ങി വിശ്രമിച്ചില്ല, ഈ കുട്ടി മാത്രം. ഈ കുട്ടി ഒരു നബിയാണ് എന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ചു പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ എനിക്കൊന്ന് പരിശോധിക്കണം. അബൂ ത്വാലിബ് ചോദിച്ചു, എന്താ പരിശോധിക്കേണ്ടത്? ആ കുട്ടിയുടെ 2 ചുമലിൻ്റെ നടുവിലായി ഖത്മുൻ നുബുവ്വ, നുബുവത്തിൻ്റെ ഒരു മുദ്ര, ഒരു ഭംഗിയുള്ള ഒരു സീൽ അല്ലാഹു തആല സൃഷ്ടികർമ്മത്തിൽ തന്നെ നൽകിയതുണ്ട്. ഒന്ന് പരിശോധിക്കുമ്പോൾ ആ മുദ്ര കണ്ട് പുരോഹിതന്മാർ പറയുന്ന അടുത്ത വാക്ക്, ഈ കുട്ടിയെ നല്ല ശ്രദ്ധയോടുകൂടെ വളർത്തണം. ഇഹ്ദർ അലൈഹിൽ യഹൂദ്, ജൂതന്മാരെ നല്ലോണം സൂക്ഷിക്കണം. അവരാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ജീവിതകാലം മുഴുക്കയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശത്രുക്കളായി വർത്തിച്ചിരുന്നത് അവരാണ്. ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുത പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ അവർ ശത്രുവായി കണ്ട് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വധിക്കാൻ വേണ്ടി ആളെ വിട്ടിട്ടുണ്ട്. മാംസത്തിൽ വിഷം കലർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭക്ഷിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒന്നും നടക്കാതിരുന്നപ്പോൾ അവസാനം നടത്തിയ പണിയാണ് സിഹ്ർ എന്ന് പറയുന്നത്. അതിനവർ മാർഗം കണ്ടെത്തി. അന്നത്തെ ഏറ്റവും വലിയ സിഹ്റുകാരനാണ് സിഹ്ർ ചെയ്തത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുവന്നത് മനുഷ്യർക്കിടയിൽ നിന്നാണ്. റസൂലും മിൻ അൻഫുസിക്കും, ജനങ്ങൾക്കിടയിൽ സഹവസിച്ച് വിശുദ്ധിയും മറ്റും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. റസൂലാണ് എന്നത് സാക്ഷ്യപ്പെടുത്താത്ത ഒന്നും ഇല്ല. എല്ലാം പറയും റസൂലാണ് എന്ന് എല്ലാവർക്കും തിരിയുകയും ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യും. അബൂജഹലിന് മനസ്സിലായിട്ടില്ലേ? ഉണ്ട്. അബൂജഹൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞു, എനിക്കൊരടയാളം കിട്ടിയാൽ ഞാൻ വിശ്വസിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്തടയാളമാണ് വേണ്ടത്? അതാ അങ്ങകലെ കാണുന്ന സമുദ്രത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അങ്ങകലെ കാണുന്ന ആ പാറക്കല്ല്, അത് മുകളിലൂടെ, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു വരണം, വെള്ളത്തോട് സ്പർശിച്ചുകൊണ്ട്. ഇപ്പോഴുള്ള അടിയിലൂടെ ഇങ്ങനെ ഒലിച്ചു വരില്ല, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരണം. വന്നിട്ട് നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കണം. എന്നിട്ട് പാറക്കല്ല് പറയണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത് മതിയോ? ആദ്യം നിങ്ങൾ അങ്ങനെ ചെയ്യൂ. ആ പാറക്കല്ലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചൂണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു. ഒന്ന് കൈവിരൽ കൊണ്ട് ചൂണ്ടി പാറക്കല്ല് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി, വെള്ളത്തോട് സ്പർശിച്ചുകൊണ്ട് പാറക്കല്ലിങ്ങനെ മന്ദം മന്ദം നീങ്ങി വന്ന് മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി. അബൂജഹലൊക്കെ കേൾക്കുന്ന ഭാഷയിൽ തന്നെ ചൊല്ലി, യക്ഫീക ഹാദാ, ഇത് മതിയോന്ന് ചോദിച്ചു അബൂജഹലിനോട്. ഇനി അതിനോട് അതേ രൂപത്തിൽ തിരിച്ചുപോയി അതേ സ്ഥലത്ത് തന്നെ ലാൻഡ് ചെയ്യാൻ പറയണം, സ്ഥലം മാറരുത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. പാറക്കല്ല് അവിടെ തന്നെ പോയി നിന്നു. എന്നിട്ട് ചോദിച്ചു, മതിയോ? അപ്പം അബൂജഹൽ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. അറിയാത്തത് കൊണ്ടല്ല, ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല. റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ ദൂതനെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എല്ലാവർക്കും അറിയും അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അറിയാത്തവരാരുമില്ല.
പക്ഷേ അവരുടെ ചിലർ വിശ്വസിക്കാത്തത് അവരുടെ സ്ഥാനം പോകും എന്ന പേടികൊണ്ട്, ചിലർ വിശ്വസിക്കാത്തത് അവർക്കുള്ള അസൂയ കൊണ്ട്. ജൂതപണ്ഡിതന്മാരിൽ പലരും വിശ്വസിക്കാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാതിരുന്നത് അതാണ്. ജൂതന്മാരന്ന് കാത്തിരുന്നത് അവസാനത്തെ റസൂൽ ഞങ്ങളിൽ നിന്നാകും എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കാത്തിരുന്നത്. പക്ഷേ റബീഉൽ അവ്വൽ 12 അന്ന് മദീനയിലെ ഒരു യഹൂദി കുന്നിൻ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, യാ മാശറൽ യഹൂദ്, നാളത്തെ രാവിലെ, നാളെയാണല്ലോ റബീഉൽ അവ്വൽ 12, പ്രഭാതത്തിൽ എല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിച്ചു വരാനായ സമയത്ത് ഒരു വലിയ യഹൂദി പണ്ഡിതൻ മദീനയുടെ കുന്നിൻ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, യാ മാശറൽ യഹൂദ്, ജൂത സമൂഹമേ, ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾക്കിടയിൽ നിന്നൊരു റസൂല് വരുമെന്നാണ്. പക്ഷേ അവസാനത്തെ റസൂൽ ഇന്ന് ഉദയം ചെയ്തിരിക്കുന്നു. എവിടെയെന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, മക്കയിലാണ്. മക്കയിൽ അവസാനത്തെ റസൂൽ ഇന്ന് ഉദയം ചെയ്തിരിക്കുന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ഇന്നലെ രാത്രിയിൽ ഭൂമി ലോകത്തും ആകാശലോകത്തും ഉണ്ടായ അത്ഭുതങ്ങൾ അതിന് തെളിവാണ്. ഭൂമിയിൽ ഇതുപോലത്തെ ഒരു പ്രകാശം ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അഹ്മദ് ഷൗക്കി പറഞ്ഞതുപോലെ, ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമുസ്സമാനി തബസ്സുമും വലിയാഉ. പ്രപഞ്ചം മുഴുവനും പ്രകാശപൂരിതമായ ഒരു ജനനം, പ്രകാശരശ്മികളെ കൊണ്ട് നോക്കാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് വന്നു എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഷിഫ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അത്രയും പ്രകാശപൂരിതമായ അവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്ന രാത്രിയിൽ. അന്ന് ഏറ്റവും വലിയ ശിർക്കിൻ്റെ കോട്ടകൊത്തളങ്ങൾക്ക് മുഴുവനും ലോകത്ത് അവസാനം വന്ന ഒരു രാത്രിയാണത്. ഷിർക്ക് ഏറ്റവും കൂടുതൽ നടന്നിരുന്ന അറേബ്യയിൽ ഷിർക്കിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് 2000 വർഷക്കാലം കത്തിച്ച് ചൂടാക്കി രാവും പകലും 24 മണിക്കൂറും തീയണയാത്ത രൂപത്തിൽ ചൂടാക്കിയിരുന്ന വലിയ അഗ്നി അന്നല്ലേ അണഞ്ഞുപോയത്? വന്നാറു ഖാമിദത്തുൽ അംഫാസി മിൻ നസഫിൻ അലൈഹി വന്നഹുറു സാഹിൽ ഐനി മിൻ സദമി. ആരാധനയോടെ കണ്ടിരുന്ന ഒരു ജലം, മറ്റു ജലാംശങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ആരാധനയിലൂടെ കണ്ടിരുന്ന ഒരു വലിയ ജലം അത് മുഴുവനും വറ്റിപ്പോയി. സാവാ തടാകം, ത്വബരിയ തടാകം, ആ 2 തടാകത്തെയും ആരാധ്യ വസ്തുക്കളായി കണ്ടിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്നും ജലാശയങ്ങളുണ്ട്. യൂപ്രട്ടീസ് നദി അന്നും ഉണ്ട്, ടൈഗ്രീസ് നദി അന്നും ഉണ്ട്, നൈൽ നദി അന്നും ഉണ്ട്. ആ നദികളൊന്നും വറ്റിയിട്ടില്ലല്ലോ. ത്വബരിയ തടാകവും സാവാ തടാകവും എന്തുകൊണ്ടാണ് വറ്റി വരേണ്ടത്? അതിനെ ആരാധ്യ വസ്തുക്കളായി കണ്ടിരുന്നു. കഅബയുടെ മുറ്റത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന അബ്ദുൽ മുത്തലിബ് ആ സുബ്ഹിയോടടുത്ത സമയം വിഗ്രഹങ്ങൾ മുഴുവനും തായോട്ട് തലകുത്തി മറിഞ്ഞു വീണപ്പോൾ എന്താണിതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ് ചിന്തിച്ചിട്ടുണ്ട്. എന്തോ ഒരു സംഭവം ഇന്ന് ഭൂമി ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് അബ്ദുൽ മുത്തലിബും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക സംഘം അന്ന് മക്കയിൽ ഒരു പ്രത്യേക സ്ഥലത്തിരുന്നു കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരും. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. 4 പ്രമുഖരായ ആളുകൾ, ഒന്ന് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, മറ്റൊന്ന് വറഖത്ത് ബിൻ നൗഫൽ, വേറൊന്ന് ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ്, വേറൊന്ന് ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്. മങ്കൂസ് മോരിദിൽ അങ്ങനെ ഒരു പേരില്ലേ, ഉസ്മാൻ ബിനുൽ. ഇനി അത് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലണ്ട. അങ്ങനെയാണ് നമ്മളെ കുറേ ആൾക്കാർ. ഞാനിപ്പോൾ അടുത്തൊരു മൗലൂദ് കേട്ട് വേള അവിടെ വേറെ പറയേണ്ടി വന്നു, സമയമില്ലാത്ത സമയത്ത്. വേള പറയില്ലാതെ മാർഗമല്ല. ഉസ്മാൻ ബിനുൽ ഹുവൈരിത്തിനെ അതിൽ കൊണ്ടുവന്നത് ചരിത്രം വിശദീകരിക്കാനാണ്. അദ്ദേഹം മുസ്ലിം അല്ല, നസ്രാനി ആയിട്ട് മരിച്ച ആളാണ്.
ഞാൻ അവിടെ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലാൻ നിൽക്കണ്ട. ആ ഹിക്കായത്തിൻ്റെ അപ്പുറത്ത് യഹ്യ ബിൻ ഉർവ എന്നൊരു പേരുണ്ട്, അദ്ദേഹം താബിഈയാണ്. അവിടെ ചെല്ല റളിയല്ലാഹു അൻഹു. നേരെപ്പുറത്ത് അതിലും ബെറ്ററായ പേരാ കേൾക്കുന്നത് ഉസ്മാൻ ബിൻ ഹുവൈരിസ്. അതൊരു കഥ, ഒരു സംഭവം പറയാണ്. ആ സംഭവത്തിന് സാക്ഷിയായ ആളാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണിയവരിൽ ഒരാൾ മാത്രമേ മുസ്ലിമുള്ളൂ, വറഖത്ത് ബിൻ നൗഫൽ. ബാക്കിയുള്ളവർക്കൊന്നും അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിൽ നടന്ന ആളാണ്. കുറേ അന്വേഷിച്ച് അവസാനത്തെ നബി വരും. മക്കക്കാരോടൊക്കെ ഞാൻ നിങ്ങളെ പടച്ചോന്മാരെ ആരാധിക്കാനൊന്നുമില്ല എന്നവരോടൊക്കെ തീർത്തു പറഞ്ഞ ആളാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അദ്ദേഹം വന്ന് ജനങ്ങളോട് പറഞ്ഞൊരു വാക്കാണ്, റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി ഹദീനു ഇദാ തഖസ്സമതിൽ ഉമൂറു തറക്തുല്ലാത്ത വൽ ഉസ്സാ ജമീഅ കദാലിക യഫഅലുർ റജുലുൽ ബസീറു. ഒരു പടച്ചോനെയാണോ ഞാൻ ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ 1000 പടച്ചോന്മാരെ? അതിനെ ആരാധിക്കാനൊന്നും ഞാനില്ല. ഞാൻ ലാത്തനെ ഒഴിവാക്കി, ഉസ്സനെ ഒഴിവാക്കി, ഞാൻ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിലാണ്. അവസാനത്തെ നബി വരുമ്പോൾ ഞാൻ ആ നബിയെ കാണും, വിശ്വസിക്കും. അന്വേഷിച്ച് അങ്ങനെ നടന്ന് അദ്ദേഹം അവസാനം മൗസിൽ വെച്ചാണ് മരണപ്പെടുന്നത്. മൗസിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന മൊസൂൾ, ഇറാഖിലെ. അവിടെ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടി. സൈനി ദഹ്ലാനി ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അവസാനത്തെ നബി മക്കയിൽ ഉദയം ചെയ്തിട്ടുണ്ട് എന്ന് വിഷയം കിട്ടി. പക്ഷേ പോരാൻ വേണ്ടി അവിടുത്തെ ആളുകൾ വിട്ടില്ല, തടഞ്ഞു വെച്ചു. അവിടെ വെച്ച് അദ്ദേഹം നിര്യാതനായി. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. നമ്മൾ ചരിത്രം നന്നായി വായിച്ചു പഠിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ചരിത്രമല്ലേ, നേരം കിട്ടുമ്പോൾ ഒരു 10-20 മിനിറ്റ് അതിനു വേണ്ടി ചിലവഴിക്കണം. ഒക്കെ അറബിയിൽ മാത്രമല്ല, ഇപ്പോൾ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നല്ല സുഖമുണ്ടല്ലോ. ഈ സുഖങ്ങളൊക്കെ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മൾ സമയം ചിലവഴിച്ച് വായിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പഠിക്കണം നന്നായിട്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഉസ്മാൻ ബിൻ ഹുവൈരിസ്. ഈ 4-5 ആളുകൾ ഇരുന്നിട്ട് പാതിരാത്രി, ഇന്നത്തെ രാത്രി വലിയൊരു ആഘോഷത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട, ഉണ്ടാക്കി വെച്ച ഒരു 10-20 ദൈവങ്ങളുണ്ട്. വലിയ വിഗ്രഹവും അതിൻ്റെ ചോട്ടാ വിഗ്രഹങ്ങൾ, താഴെ കുറേ വിഗ്രഹങ്ങൾ ഇങ്ങനെ റെഡിയാക്കി ഉണ്ടാക്കിയത്. അതിൻ്റെ ചുറ്റും ഇരുന്ന് ഇവരിങ്ങനെ വർത്തമാനം പറയാണ്. പാതിരാത്രിയിൽ വർത്തമാനം പറയുമ്പോൾ ഏറ്റവും വലിയ മുകളിലുള്ള ബിംബം താഴേക്ക് വീണു. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് വീണു, ഒക്കെ വീണു. വീണപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ്, അയാ സ്വാനമൽ ഈദില്ലദീ സ്വഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുറുബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ലീറു ബിസ്സുഹബി ഫഇൻ കുൻത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂ ബിഇഖ്റാരിൻ വനൽവി അനിദ് ദംബി വഇൻ കുൻത മഗ്ലൂബൻ വനുക്കിസ്ത സാഗിറാ ഫമാ അൻത ഫിൽ ഔസാനി ബിസ്സയ്യിദിർ റബ്ബി. ആ 4 വരികളും ഈ ഇരിക്കുന്നവർ പാടിയ പാട്ടാണ്. ഈ ഇരിക്കുന്ന ആൾക്കാർ ചോദിച്ചു, എന്താണ് വിഗ്രഹങ്ങളെ നിങ്ങൾക്ക് പറ്റിയത്? അയാ സ്വനമൽ ഈദ്, ആഘോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ എന്തു പറ്റി? നിങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്നത് ആരാ? സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി, അടുത്തുനിന്നും അകലു നിന്നും വന്ന ഖുറൈശി നേതാക്കളാണ് ഇരിക്കുന്നത്. ഇവരൊക്കെ പ്രഗത്ഭന്മാരാണ്. വറഖത്ത് ബിൻ നൗഫൽ വലിയ പണ്ഡിതനാണ്. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ സത്യാന്വേഷിയാണ്. അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ ഹുവൈരിസ് കുടുംബത്തിലെ വലിയ തലവനാണ്. ഒക്കെ വലിയ ആൾക്കാരാണ്. ഞങ്ങളൊക്കെ ഇരുന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ മറിഞ്ഞു വീഴുന്നത്? ഞങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടാണോ? എന്നാൽ ഞങ്ങൾ മടങ്ങാം. വഇൻ കുൻത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ. ഈ 4 വരികളും പറഞ്ഞപ്പോൾ ആദ്യം വീണ വലിയ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചൊരു മറുപടി വന്നു. ആ മറുപടിയാണ് അടുത്ത വരി, തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫം മിനർ റുഅബി. ഞങ്ങൾ വീണത് നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാണെന്ന് കരുതരുത്. തറദ്ദാലി മൗലൂദിൻ, ഒരു കുട്ടിക്ക് വേണ്ടിയാണ് മുകളിൽ നിന്ന് തായോട്ട് വീണത്. ഒരു ജന്മത്തിന് വേണ്ടി, ഒരു കുട്ടിക്ക് വേണ്ടിയാണ്. ഏതാണ് ആ കുട്ടി എന്നറിയുമോ? അളാഅത് ബിനൂരിഹി, ആ കുട്ടിയുടെ പ്രഭ കൊണ്ട് പ്രകാശപൂരിതമായിരിക്കുന്നു. ജമീഉ ഫിജാജിൽ അർളി, ഭൂമിയിലെ എല്ലാ വഴികളും എല്ലാ പ്രതലങ്ങളും പ്രകാശപൂരിതമായിരിക്കുന്നു. അതിനെന്തിനാ നിങ്ങൾ ചാടിയത്?
നിങ്ങൾ വീണത് എന്തിനാണ്? ഖൗഫം മിനർ റുഅബി. ആ പ്രകാശരശ്മികൾ ഞങ്ങളെ ശരീരത്തിലേക്ക്, ഞങ്ങളെ ഈ രൂപത്തിലേക്ക് അടിച്ചു വീശിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പേടി കൊണ്ട് വീണുപോയതാണ്. ഞങ്ങൾക്കൊക്കെ തകർച്ച വരുന്ന, ഞങ്ങളൊക്കെ അസ്തമിക്കുന്ന ഒരു ലോകം പണിതുയർത്താൻ സത്യത്തിന്റെ ദൂതനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വരാൻ പോകുന്നത്. അതറിഞ്ഞിട്ട് അനുഭവിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ തായോട്ട് വീഴുന്നത്. അത് പാടിയത് മനുഷ്യനല്ല, ഏറ്റവും വലിയൊരു വിഗ്രഹമാണത് പാടിയത്. ഇബ്നു ഹിശാമും സൈനി ദഹ്ലാനൊക്കെ വിശദമായി പറയുന്ന ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ളൊരു റസൂലാണ്. അവിടെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, 6 ഖിറാഅത്തിലും റസൂലും മിൻ അൻഫുസിക്കും എന്നാണ് ഓത്ത്. 7 ഖിറാഅത്ത് ഉണ്ടല്ലോ നമ്മൾ, വിശുദ്ധമായ ഖിറാഅത്ത്. ഒരു ഖിറാഅത്തിലുള്ളത് റസൂലും മിൻ അൻഫസിക്കും, അങ്ങനെയാണ്. റസൂലും മിൻ അൻഫസിക്കും, നിങ്ങളിലേറ്റവും വിശുദ്ധിയുള്ളവരിൽ നിന്ന് വന്ന റസൂൽ. ഈ റസൂലിൻ്റെ മാതാപിതാക്കൾ പിതാമഹന്മാരുടെയും മാതാക്കളുടെയും വംശപരമ്പര വിശുദ്ധരാണ്. അവരാരും ശിർക്ക് ചെയ്തവരല്ല. വതഖല്ലുബക ഫിസ്സാജിദീൻ, നബിയെ അങ്ങ് മാറി മാറി മറിഞ്ഞു വരുന്നത് മുവഹിദീങ്ങളിലായിട്ടാണ്. അതും അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഫിസ്സാജിദീൻ, മുവഹിദീങ്ങളിലായിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികളിലൂടെ മുതുകിലൂടെയാണ് തങ്ങളുടെ നൂറാനിയത്ത് മാറി മാറി മറിഞ്ഞു വരുന്നത്. അതിലൊരൊറ്റ ആളും മുശിരിക്കില്ല, ഒരൊറ്റ ആളും ബഹുദൈവാരാധകരില്ല. റസൂലും മിൻ അൻഫസിക്കും, ഏറ്റവും മൂല്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ കുടുംബത്തിലെ തറവാട്ടിലെ കാരണവരായ അബ്ദുൽ മുത്തലിബിനെ അറിയില്ലേ? ഏറ്റവും ധീരതയുള്ള നേതാവാണ് അബ്ദുൽ മുത്തലിബ്. ഒരു സാധാരണ ആളല്ല. വിശാലമായ ചരിത്രത്തിൻ്റെ ചെറിയൊരു തലം നേരത്തെ ഇവിടെ ആശംസാ പ്രസംഗത്തിൽ നേരത്തെ ഉസ്താദ് അവർകൾ ഉണർത്തിയത് നിങ്ങൾ കേട്ടില്ലേ? അബ്ദുൽ മുത്തലിബ് ധൈര്യപ്പെട്ടുകൊണ്ട് സംസം കിണർ കുഴിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പാണ്. സംസം കിണർ കുഴിക്കാൻ 3 പ്രാവശ്യം അബ്ദുൽ മുത്തലിബിന് നിർദ്ദേശമുണ്ടായി. ശരിയാണ് എന്ന് 3ാമത്തെ പ്രാവശ്യം അബ്ദുൽ മുത്തലിബിന് തോന്നിയപ്പോൾ അബ്ദുൽ മുത്തലിബ് ഖുറൈശി നേതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, സംസം കിണർ കുഴിക്കണം. ചില്ലറ പ്രശ്നത്തിൻ്റെ പേരിൽ അത് മൂടപ്പെട്ടിരുന്നു. മൂടുന്ന സമയത്ത് കുടുംബക്കാർ മുഴുവനും അവരുടെ ആഭരണങ്ങളും സ്വത്തും പലതും ദീനാറും ദിർഹമുമൊക്കെ സംസം കിണറ്റിലേക്ക് ഇട്ടിട്ടാണ് സംസം കിണർ മൂടിയത്. രണ്ടാമതെന്തിനാണ് സംസം കിണർ തുറക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറക്കാൻ പോവുകയാണ്. ഐശ്വര്യമുള്ള സന്ദർഭമാണ് അതോടനുബന്ധിച്ച് ലോകത്ത് രൂപപ്പെടുന്നത്. ആ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂടപ്പെട്ടിരുന്ന സംസം. ഒരുപാട് കാലം വെള്ളം കുടിക്കാൻ സംസം ഇല്ലാതെ അത് മൂടപ്പെട്ടിരുന്നു. ഇനി അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അബ്ദുൽ മുത്തലിബ് നേതാക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളില്ല, നിങ്ങൾ വേണമെങ്കിൽ കുഴിച്ചോളൂ. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാനും എൻ്റെ മകനും കുഴിക്കും. അബ്ദുൽ മുത്തലിബിന് 16 മക്കളുണ്ട്. ആ മക്കളിൽ മൂത്ത മകനാണ് ഹാരിസ്. ഹാരിസിനെയും കൂട്ടിയിട്ട് കിണർ കുടിക്കാൻ തുടങ്ങി. സംസം കിണർ കുഴിച്ച് ഏകദേശം ഒരു നടുഭാഗം കഴിഞ്ഞപ്പോൾ കുറേ ആഭരണങ്ങൾ കിട്ടി. അത് മുഴുവനും പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ വെച്ചു. ആഭരണങ്ങളൊക്കെ വരിവരിയായി വെച്ചപ്പോൾ മക്കയിലെ നേതാക്കൾ പലരും വന്നിട്ട് പറഞ്ഞു, ഞാനും ഉണ്ട്, ഞാനും സഹകരിക്കാം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾ വേണ്ട. പിന്നെ കുറച്ചുകൂടി ആഭരണങ്ങൾ കിട്ടിയപ്പോൾ പിന്നെ നേതാക്കൾ വന്നു, സ്വർണ്ണല്ലേ കാണുന്നത്, ഞങ്ങളുണ്ട്, നിങ്ങളും വേണ്ട, ഒരൊറ്റ ആളും വേണ്ട, ഇത് മുഴുവനും ഞാനും എൻ്റെ മകനും തന്നെ കുടിക്കും. കുടിച്ചത് വൃത്തിയാക്കി റെഡിയാക്കി ആ സംസം ഇങ്ങനെ തുറന്ന് ജനങ്ങൾക്കൊക്കെ കുടിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തപ്പോൾ പഴയ തർക്കം വീണ്ടും ഉടലെടുത്തു. എന്ത് തർക്കം? അവകാശ തർക്കം. സംസമിൻ്റെ അവകാശം ഞങ്ങൾക്കും വേണം, നിങ്ങൾ മാത്രം വെള്ളം കൊടുക്കുന്ന ആളായ പറ്റൂല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാനാണ് കുഴിച്ചത്. തുടക്കത്തിൽ നിങ്ങളോടൊക്കെ ചോദിച്ചു, ആരും വന്നില്ല. സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളോ കണ്ടപ്പോൾ പതുക്കെ വരാൻ തുടങ്ങി.